ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. കഥാസാഗരം നിങ്ങൾക്കറിയാം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തച്ചിക്കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകളാണ് ഇതിലൂടെ നിങ്ങൾ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഥ മാത്രമല്ല, കുറച്ച് സംഭാഷണമൊക്കെ ഉണ്ട് അവസാനം. അപ്പോൾ ഇതാണ് കഥാസാഗരത്തെക്കുറിച്ച് ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു കഥയാണ്. ക്ലാസിക് മൃഗകഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ മൃഗകഥ. അപ്പോൾ നമുക്ക് കഥയിലോട്ടൊന്ന് കടന്നാലോ? പെട്ടെന്ന് തീരും. വളരെ ചെറിയ കഥയാണ്. അപ്പോൾ കഥ ഇങ്ങനെയാണ്. പുരാതന ഗ്രീസിലെ പ്രശസ്ത ഗായകനായിരുന്നു ഏരിയോൺ. ആ യുവാവ് മല കയറി കാട്ടിലിരുന്ന് പാടിയാൽ വന്യമൃഗങ്ങളെല്ലാം ചുറ്റും കൂടി പാട്ടിനൊത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങും. അതുവല്ല മൈതാനത്ത് വെച്ചുമാണെങ്കിൽ പ്രാവും പരുന്തുമടക്കമുള്ള പറവകളായിരിക്കും ചുറ്റും പാറി നടന്ന് ആഘോഷിക്കുക. ഏരിയോണിന് കടലിലും അനേകം സുഹൃത്തുക്കളുണ്ടായിരുന്നു. സ്രാവും തിമിംഗലവും ഡോൾഫിനുമെല്ലാം അതിൽപ്പെടും. അവയ്ക്കായി അവൻ പലപ്പോഴും കടൽ തീരത്തിരുന്ന് പാടും. അങ്ങനെയിരിക്കെ സിസിലി ദ്വീപിലെ നിവാസികൾ ഏരിയോണിനെ ഒരു ഗാനമേള നടത്താനായി അങ്ങോട്ട് ക്ഷണിച്ചു. അവൻ്റെ ഗാനാലാപനത്തിൽ സംപ്രീതരായ അന്നാട്ടുകാർ വിലപിടിപ്പുള്ള അനേകം സമ്മാനങ്ങൾ നൽകി ഏരിയോണിനെ ആദരിച്ചു. സിസിലി ദ്വീപിലെ പാട്ടുകച്ചേരി പല ദിവസങ്ങൾ നീണ്ടു നിന്നതിനാൽ ഏരിയോണിന് ലഭിച്ച പുരസ്കാരങ്ങൾ വലിയൊരു ശേഖരമായി മാറിയിരുന്നു. അവയെല്ലാം തൻ്റെ ജന്മദേശമായ കോറിന്തിൽ എത്തിക്കണമെങ്കിൽ ഒരു ചെറിയ കപ്പൽ തന്നെ വാടകയ്ക്ക് എടുക്കേണ്ടി വരുമെന്ന സ്ഥിതി വന്നു. അപ്രകാരം വാടകയ്ക്കെടുത്ത കപ്പലിലെ ഏക യാത്രക്കാരനായി ഏരിയോൺ നാട്ടിലേക്ക് തിരിച്ചു. ഗായകന്റെ അളവറ്റ ധനം കണ്ട് അസൂയാലുക്കളായ കപ്പൽ തുഴച്ചിൽക്കാർ ഏരിയോണിനെ കൊന്ന് കടലിൽ തള്ളി സ്വത്തെല്ലാം കൈക്കലാക്കാൻ ഗൂഢമായി പദ്ധതിയിട്ടു. ജീവനക്കാർ ഏരിയോണിനെ കപ്പലിന്റെ മുകൾ തട്ടിലേക്ക് കൊണ്ടുപോയി തങ്ങളുടെ തീരുമാനം അറിയിച്ചു. ഞങ്ങൾ നിങ്ങളെ കഴുത്തു ഞെരിച്ച് കൊന്ന് കൈകാലുകൾ വരിഞ്ഞു കെട്ടി കടലിലേക്ക് തള്ളാൻ പോവുകയാണ്. അതിനു മുമ്പ് എന്തെങ്കിലും അന്ത്യാഭിലാഷമുണ്ടെങ്കിൽ അറിയിക്കാം. അവസാനമായി തന്നെ ഒരു പാട്ടുകൂടി പാടാൻ അനുവദിക്കണമെന്നവൻ അപേക്ഷിച്ചു. അതിനവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവരാണെങ്കിൽ ആ അനശ്വര ഗായകന്റെ ആലാപനം അന്നുവരെ ശ്രവിച്ചിരുന്നുമില്ല. ആ പാട്ടുകൾ തീർക്കുന്ന മാസ്മരിക വലയത്തെ സംബന്ധിച്ച് അവർക്ക് കേട്ടറിവുണ്ടായിരുന്നു. അങ്ങനെ ഏരിയോൺ തൻ്റെ അന്തിമ ഗീതം ആലപിക്കാൻ തുടങ്ങി. അതിൻ്റെ ദിവ്യമായ വശ്യതയിൽ കപ്പലിലെ തുഴച്ചിൽക്കാർ സ്വയം മറന്ന് ലയിച്ചിരുന്നു. പക്ഷേ അവർ മാത്രമായിരുന്നില്ല ഏരിയോണിൻ്റെ ഗാനവിരുന്നിൽ ആകൃഷ്ടരായി അവിടെ സന്നിഹിതരായിരുന്നത്. ഏരിയോണിൻ്റെ ആരാധകരായ അനേകം മീനുകൾ കടലിൽ അവനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. കപ്പലിന് ചുറ്റും നീന്തുന്ന മത്സ്യങ്ങൾക്കിടയിൽ തനിക്ക് ചിരപരിചിതനായ ഡോൾഫിനെ കണ്ട് ഏരിയോൺ അവൻ്റെ മുതുകത്തേക്ക് ചാടി. എന്താണ് സംഭവിക്കുന്നതെന്ന് കപ്പൽ തൊഴിലാളികൾ മനസ്സിലാക്കുന്നതിന് മുമ്പേ ഡോൾഫിൻ ഏരിയോണുമായി വളരെ ദൂരമെത്തിയിരുന്നു. എന്നാൽ ഗായകൻ കടലിൽ മുങ്ങിച്ചത്തിരിക്കുമെന്നേ തുഴക്കാർ ഊഹിച്ചുള്ളൂ. സിസിലിയിൽ നിന്ന് കോറിന്തിൽ തിരിച്ചെത്തിയ നാവികരോട് ഏരിയോൺ എവിടെയെന്ന് അധികൃതർ ചോദിച്ചു. കാറ്റിലും കോളിലും പെട്ട് കപ്പൽ ആടി ഉലഞ്ഞപ്പോൾ അയാൾ കടലിൽ വീണുപോയി എന്നവർ മുമ്പേ തീരുമാനിച്ചുറപ്പിച്ചത് പ്രകാരം കള്ളം പറഞ്ഞു. അന്നേരം രക്ഷാഭടന്മാരുടെ അകമ്പടിയോടെ അവിടെ എത്തിയ ഏരിയോണിനെ കണ്ട് അവരുടെ കണ്ണ് തള്ളിപ്പോയി. കടലിൽ മുങ്ങിച്ചത്തിരിക്കുമെന്ന് ഉറപ്പായിരുന്ന ഇവനെങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നവർ പരസ്പരം കുശുകുശുത്തു. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഏരിയോൺ വിശദീകരിച്ചു. അത്ഭുതപ്പെടേണ്ട, ഒരു ഡോൾഫിനാണ്
നിങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. വധശ്രമത്തിന് കേസെടുക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന അവർക്ക് ആ വാക്കുകൾ വിശ്വസിക്കാനായില്ല. അപ്പോൾ ഇത്രയുമാണ് കഥ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു കഥയായിരുന്നു. ഇന്നത്തെ നായകൻ യഥാർത്ഥത്തിൽ ഡോൾഫിനാണ് അല്ലേ. അക്കാലത്തും ഗായകന്മാർക്ക് നല്ല പ്രശസ്തിയായിരുന്നു എന്ന് തോന്നുന്നു. സിസിലി ദ്വീപിലെ പാട്ട് കച്ചേരി പല ദിവസങ്ങൾ നീണ്ടു നിന്നതിനാൽ ഏരിയോണിന് ലഭിച്ച പുരസ്കാരങ്ങൾ വലിയൊരു ശേഖരമായി മാറിയിരുന്നു. അവയെല്ലാം തൻ്റെ ജന്മദേശമായ കോറന്തിൽ എത്തിക്കണമെങ്കിൽ ഒരു ചെറിയ കപ്പൽ തന്നെ വാടകയ്ക്ക് എടുക്കേണ്ടി വരുമെന്ന സ്ഥിതി വന്നു അല്ലേ. അത് സൂചിപ്പിക്കുന്നത് അക്കാലത്തുമൊക്കെ കലാകാരന്മാർക്ക്, അത് ചില കലകൾക്ക് അല്ലേ പ്രത്യേകിച്ച്, നല്ല സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു. വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ അനേകം ലഭിച്ചിരുന്നു. കലാകാരന്മാരെ ആദരിച്ചിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ അല്ലേ. നമുക്ക് ഈ സിനിമാ നടന്മാരോടൊക്കെ വല്ലാത്ത ക്രേസാണ്. അവരെയൊക്കെ ഇഷ്ടംപോലെ സംഭാവനകൾ നൽകിയൊക്കെ നമ്മൾ ആദരിക്കാറൊക്കെ ഉണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ അവർ വിശിഷ്ട അതിഥിയായിട്ടും ഉദ്ഘാടകരായിട്ടും ഒക്കെ നമ്മൾ ക്ഷണിക്കാറുണ്ട്. അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ അർഹതപ്പെട്ടതിനേക്കാൾ ഏറെ പ്രാധാന്യം ലഭിക്കാറുണ്ട് നമ്മുടെ സാംസ്കാരിക രംഗത്ത്. എന്നാൽ അവരെ പോലെ തന്നെ അഭിനയിക്കുന്നവരാണ് തുള്ളൽ കലാകാരന്മാർ, നാടക നടന്മാർ, കഥകളി നടന്മാർ, ഓട്ടംതുള്ളൽ കലാകാരന്മാർ. ഇവർക്കൊന്നും അവരുടെ അത്രയും പണമോ പ്രശസ്തിയോ ഒന്നും ലഭിക്കുന്നില്ല. ഇതുകണക്ക് തന്നെ ഗായകരുടെ കാര്യവും. ലോകപ്രശസ്തരായ ഗായകന്മാരൊക്കെ സമ്പന്നരാണ്, വലിയ സ്വത്തുക്കളുടെയൊക്കെ ഉടമകളാണ്. അത്രയ്ക്ക് നല്ല പണമാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ചില കലകൾക്കൊക്കെ, പാട്ടുകാർക്കും അല്ലെങ്കിൽ അഭിനയ കല അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവർക്കൊക്കെ ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കുന്നുണ്ട്. അർഹതപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അതങ്ങനെയാണ്, ഓരോ കാലത്തും അങ്ങനെയൊക്കെയാണല്ലോ. എന്നും സിനിമാ നടന്മാർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഗായകർക്ക്, അവർ എല്ലാവരും അല്ല, എല്ലാ നടന്മാർക്കും കിട്ടുന്നില്ല. പക്ഷെ അവരിൽ മുന്നിൽ നിൽക്കുന്നവർക്ക്, പ്രശസ്തരായ, അവരിൽ ഏറ്റവും പ്രശസ്തരായവർക്കൊക്കെ നല്ല കൂലി ലഭിക്കുന്നുണ്ട്, നല്ല വരുമാനമുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. എനിക്ക് പോയി കഥ വായിച്ചപ്പോൾ അതാണ് തോന്നിയത്. അന്ന് പുള്ളി ഒരു കപ്പലിനകത്താണ് പുള്ളിക്ക് കിട്ടിയ ആദരവുകളെല്ലാം അല്ലെങ്കിൽ സമ്മാനങ്ങളെല്ലാം കൊണ്ട് നാട്ടിലേക്ക് പോകുന്നത്. ആ കപ്പൽ യാത്രയിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി പറയാനുള്ളത് നമ്മുടെ ഈ ഡോൾഫിനുകളെ കുറിച്ചാണ് അല്ലേ. ഡോൾഫിനുകൾ എപ്പോഴും മനുഷ്യരുടെ സുഹൃത്തുക്കളായിട്ടൊക്കെയാണ് നമ്മൾ കഥകളിലും മറ്റുമൊക്കെ അല്ലേ. ഒത്തിരി കഥകളുണ്ട് ഡോൾഫിൻ്റെ. അതിൻ്റെ വീഡിയോകൾ വരെ ഉണ്ട്. മനുഷ്യരുമായിട്ട് പ്രത്യേകിച്ച് ഇവ പെട്ടെന്ന് സൗഹൃദത്തിലാവുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ശരിയാണ്, ഡോൾഫിനുകൾ ബുദ്ധിമാന്മാരാണ്. വളരെ രസമാണ് അവരെ കാണാൻ തന്നെ. അവരെ മുഖം കണ്ടാലോ അവർ നമ്മളോട് ചിരിക്കുന്നതൊക്കെ തോന്നും അല്ലേ. ചിരി ഉള്ള മുഖമായിട്ട് തോന്നും. അതാണ് ഷാർക്കിൻ്റെയൊക്കെ മുഖം കാണുന്ന കണക്കല്ല ഡോൾഫിൻ്റെ മുഖം കാണുന്നത് നമ്മളല്ലേ. അത് കുറച്ചും കൂടെ ഒരു നമുക്ക് തോന്നും, ഒരു സ്നേഹം തോന്നുന്ന, ഒരു വാത്സല്യം തോന്നുന്ന ഒരു മുഖമാണ് ഡോൾഫിനുകൾക്കുള്ളത്. അത് ചിരിക്കുന്ന മുഖം പോലെ നമുക്ക് അനുഭവപ്പെടും. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലേ. നമ്മൾ വിചാരിക്കുന്നതൊക്കെ അത്രയും ഫ്രണ്ട്ലി ആണോ ഈ ഡോൾഫിനുകൾ? അതൊരു ചോദ്യമല്ലേ. അതൊരു ഒരു മിത്താണോ അത്? അങ്ങനെ ഒരു ചിന്ത അല്ല, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഇടയിലൊരു ചിന്തയുണ്ടല്ലോ, ഒരു സങ്കല്പമുണ്ടല്ലോ. അവർ ഡോൾഫിൻ മനുഷ്യരുടെ സുഹൃത്തുക്കളാണ്, രക്ഷിക്കും, ആപത്ത് ഘട്ടങ്ങളിൽ രക്ഷിക്കും, മനുഷ്യരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങും. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ധാരണകൾ നമുക്ക് ഉണ്ട്. ഡോൾഫിൻസ് വളരെ സൗഹൃദപരമായിട്ടാണ്, ഇണങ്ങിക്കഴിഞ്ഞാൽ വളരെ സൗഹൃദപരമായിട്ട് ഇടപെടുന്നത് നമ്മൾ കാണാനിടയായിട്ടുണ്ട്. പലപ്പോഴും വീഡിയോകളിലൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ അല്ലേ. പല സ്ഥലങ്ങളിൽ ഡോൾഫിൻസ് അഭ്യാസങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അഭ്യാസങ്ങളൊക്കെ കാണിക്കാറുണ്ട്. പലപ്പോഴും സിംഗപ്പൂർ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഡോൾഫിനുകളെ ഇതിനൊക്കെ ഒരു പൂളിൽ ഇതിനൊക്കെ ഡോൾഫിനുകളെ കൊണ്ട് അഭ്യാസം കാണിപ്പിക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്. അവരൊക്കെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രാവീണ്യമുള്ളവർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്, അഭ്യസിപ്പിക്കുന്നതാണ്. പക്ഷേ ഇതൊരു വൈൽഡ് ആനിമലാണ്, ഒരു വന്യമൃഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വളരെ കരുതലോടെയും ബഹുമാനത്തോടെയും ശ്രദ്ധയോടും വേണം, ജാഗ്രതയോടും കൂടി വേണം കൈകാര്യം ചെയ്യാൻ. ഇത് സുഹൃത്തുക്കളാണെന്നും പറഞ്ഞ് നമ്മൾ കയറി അമിതാവേശമൊന്നും കാണിക്കില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഇത് വൈൽഡാവാം, വന്യമാകാം, അല്ലെങ്കിൽ അതിൻ്റെ ദേഷ്യം ചിലപ്പോൾ പ്രകടിപ്പിക്കാം, നമുക്കറിയില്ല. എപ്പോഴും മൃഗങ്ങൾ അങ്ങനെയാണ്, പെട്ടെന്ന് സ്വഭാവം മാറും. ഇവൻ വീട്ടിൽ വളർത്തുന്ന നായ് ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ
സമുദ്രത്തിലൊക്കെ കപ്പൽ യാത്രയിൽ ഡോൾഫിൻസ് മനുഷ്യരുടെ അടുത്തോട്ട് വരുന്നതായിട്ടൊക്കെ പറയപ്പെടുന്നു. പക്ഷെ അങ്ങനെയാണോ? ഉണ്ടായിരിക്കാം, അങ്ങനെ നടന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ കൂടുതലും അവർ നമ്മുടെ അടുത്തോട്ട് വരാറില്ല. അവരവരുടെ ഒരു കൂട്ടത്തോടെ, അവരുടെ ഒരു കൂട്ടത്തിൽ നമ്മളിൽ നിന്നൊക്കെ അകന്നൊക്കെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ജീവികളാണ്. നമ്മളിൽ നിന്നൊക്കെ ദൂരെ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണെന്നൊക്കെയാണ് പലയിടത്തും എനിക്ക് വായിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ പറയുന്നതൊക്കെ അത്ര വലിയ ഒരു സുഹൃത്തൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഓടി വരികയും സൗഹൃദം കാണിക്കുന്ന ഒരു കൂട്ടത്തിലൊന്നുമല്ല. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും കഥകളിലൊക്കെ അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. ചില ഡോൾഫിൻസ്, ചില പ്രത്യേക സ്വഭാവം ഉള്ള ഡോൾഫിൻസൊക്കെ ആ സ്നേഹമൊക്കെ കാണിച്ച് അടുത്ത് കൂടാറുണ്ട്. അങ്ങനെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. അതെല്ലാ ഡോൾഫിൻസും അങ്ങനെ ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇതിങ്ങനെ ഇണക്കിയെടുക്കുന്ന ഡോൾഫിൻസിനെ നമ്മളിങ്ങനെ സമ്മാനങ്ങൾ കൊടുത്തും അല്ലെ ഭക്ഷണം കൊടുത്തും ഒക്കെ ഇണക്കി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നവർ അങ്ങനെ ഇണക്കിയെടുക്കുന്നതാണ്. നമ്മൾ ഭക്ഷണം കൊടുക്കുകയും അല്ലെങ്കിൽ മീൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ ഇണങ്ങുന്നതാണ്, ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ്. ഈ മെറൈൻ പാർക്സിലൊക്കെ അല്ലെങ്കിൽ അക്വേറിയംസ് അവിടെയൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. നമ്മളുമായിട്ട് സൗഹൃദത്തിൽ ആകാൻ വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. അതിങ്ങനെ സമ്മാനങ്ങൾ കൊടുത്തും ആഹാരം കൊടുത്തും ഒക്കെ ഇങ്ങനെ അവരെ പതുക്കെ നമ്മളിലോട്ട് അടുപ്പിച്ചെടുക്കുന്നതാണ്. അവർ ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കും നമ്മളെ തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം അവരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു ആശയവിനിമയം ഉണ്ടെങ്കിൽ അവർ നമ്മളെ കാണുമ്പം തിരിച്ചറിഞ്ഞു എന്ന് അവർ പ്രകടിപ്പിക്കുന്ന ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലരുടെ പഠനങ്ങൾ പറയുന്നത് ഡോൾഫിൻസുമായിട്ട് ആശയവിനിമയം നടത്താൻ സാധിച്ചു. ചില ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ചിലരുടെ ആശയവിനിമയം നടത്തുന്ന അവർ വിളിക്കുമ്പോൾ വരുന്നു. അങ്ങനെയൊക്കെ ചില പഠനങ്ങളൊക്കെ പലരും നടത്തിയതിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വൈകാരികമായിട്ട് അവർ നമ്മളോട് അടുക്കുന്ന കൂട്ടത്തിലാണെന്നൊക്കെ ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ഡോൾഫിൻസിന് നല്ല വലിയ ഒരു തലച്ചോറാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ നല്ല രീതിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ മനുഷ്യരെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും അടുപ്പം കാണിക്കുന്ന മനുഷ്യരെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതും ഈ കഥയിൽ നമുക്ക് പ്രകടമാണ് അല്ലേ? കഥയിലും അത് പറയുന്നുണ്ട് അല്ലേ? രക്ഷിക്കുകയാണ് ഈ ഗായകനെ അല്ലേ, തിരിച്ചറിയുന്നുണ്ട് ഡോൾഫിൻ. നമ്മൾ മനുഷ്യരോട് മാത്രമല്ല, മറ്റ് നായ്ക്കളോടും കുരങ്ങന്മാരോടും ഒക്കെ അടുപ്പം ഡോൾഫിൻസ് കാണിച്ചതായിട്ടൊക്കെ പലയിടത്തും തെളിഞ്ഞിട്ടുണ്ട്. ഡോൾഫിൻസ് പലയിടത്തും ഈ കടലിൽ അകപ്പെട്ടവരെ അല്ലെങ്കിൽ സമുദ്രത്തിലോ ഒക്കെ അകപ്പെട്ടവരെ രക്ഷിച്ച കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ജീവൻ രക്ഷകരാണെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കടലിൽ. ഈ എക്കോ ലൊക്കേഷൻ സൗണ്ട്സ് തിരിച്ചറിയുന്ന വഴി ഡോൾഫിൻസിന് മനുഷ്യനെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ള സൗണ്ട് വഴിയൊക്കെയാണ് അത് തിരിച്ചറിയുന്നത് എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ ചില പഠനങ്ങളൊക്കെ ഉണ്ട്. അവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യരെയൊക്കെ അവർ ഉറ്റ സുഹൃത്തുക്കളായിട്ടൊക്കെ കരുതുന്ന ഡോൾഫിൻസും ഉണ്ട്. വളരെ അടുത്ത് ഇടപഴകുന്ന മനുഷ്യരുമായിട്ടൊക്കെ, പ്രത്യേകിച്ച് ഈ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നവരുമായിട്ടൊക്കെ. അപ്പോൾ അത്രയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അവർ നിത്യേന കാണുന്ന ആൾക്കാരെയൊന്നും അവർ ഒരിക്കലും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെയൊക്കെ മിഥ്യാധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കും. അങ്ങനെ അവർ ഉപദ്രവിക്കുന്ന കൂട്ടത്തില്ല, അല്ലെങ്കിൽ തിരിച്ചറിയുന്നവർ ചിലപ്പോൾ അപരിചിതരെ മറ്റുമൊക്കെ ഉപദ്രവിച്ചെന്നിരിക്കും. അല്ലാതെ അങ്ങനെ നിത്യേനെ അല്ലെങ്കിൽ അത്രയ്ക്കും സൗഹൃദം ഉള്ളവരോടൊന്നും വളരെ രസകരമായിട്ടാണ് അവർ ഇടപഴകുന്നത്. പലരും എന്തുകൊണ്ട് ഈ ഡോൾഫിൻസ് മനുഷ്യരെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരങ്ങൾ, സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ പല ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊരു ആകാംക്ഷ കൊണ്ടാണ് അവർ സഹായിക്കുന്നതെന്നൊക്കെ മറ്റാണ് ഒരു കൂട്ടർ പറയുന്നത്. ഇന്നത്തെ തന്നെ ഈ കഥയിൽ സഹായിക്കുകയാണല്ലോ ഡോൾഫിൻ. അപ്പോൾ അതിനൊരു കാരണം ചില ശാസ്ത്രജ്ഞർ പറയുന്നത് ജസ്റ്റ് അവർക്കൊരു ആകാംക്ഷ, എങ്ങനെയാണ് ഈ മനുഷ്യരെക്കുറിച്ചുള്ള ഒരു ആകാംക്ഷ, കൗതുകമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അവർ സഹായിക്കുന്നത്. മറ്റ് വേറൊരു കൂട്ടർ പറയുന്നത് ഡോൾഫിൻസ് നമ്മളെപ്പോലെ തന്നെ നല്ല ഇമോഷണലാണ്, നമ്മുടെ ഇമോഷൻസ് അവർ പങ്കുവയ്ക്കുന്നുണ്ട്, നമ്മളെപ്പോലൊരു ചിന്തകളുണ്ട്, അതുകൊണ്ടാണ് അവർ നമ്മളെ രക്ഷിക്കുന്നത് എന്നൊക്കെയാണ്. മറ്റു ചിലർ കൂട്ടരുണ്ട്, അവർ വാദിക്കുന്നത് അനുകമ്പയുണ്ട്, നമ്മളോടൊക്കെ അനുകമ്പ തോന്നുമ്പോഴാണ്, അനുകമ്പയുള്ള ഒരു ജീവിയാണ്, മറ്റുള്ളവരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ഡോൾഫിൻ, അതുകൊണ്ടാണ് മനുഷ്യരെ രക്ഷിക്കുന്നത് എന്നൊക്കെയാണ്. ഡോൾഫിൻസിനെ കുറിച്ച് നല്ല രസകരമായ ചില കഥകളൊക്കെ ഉണ്ട്, അതായത് നടന്ന ചില കഥകളൊക്കെ ഉണ്ട്. അതിലൊരെണ്ണം ഇങ്ങനെയാണ്. അങ്ങ് ന്യൂസിലാൻഡിൽ ഒരു ആഡം വാക്കർ എന്നൊരു നീന്തൽക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ, അതായത് ഏപ്രിൽ 2014 അദ്ദേഹം ഒരു 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു നീന്തൽ യജ്ഞം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് ന്യൂസിലാൻഡിലെ 2 ദ്വീപുകൾക്കിടയിൽ അദ്ദേഹം
8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു നീന്തൽ യജ്ഞവും മറ്റോ നടത്തി. അപ്പോൾ അദ്ദേഹം നീന്തുമ്പോൾ ഈ ഡോൾഫിൻസ് ഇടയ്ക്ക് ഇങ്ങനെ ആ നീന്തൽ, അതായത് ആഡം വോക്കറിൻ്റെ കൂടെയൊക്കെ നീന്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ഷാർക്ക്, അതായത് സ്രാവ്, ഈ ആഡം വോക്കറെ പിന്തുടരുന്നതായിട്ട് ഈ ഡോൾഫിൻസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഈ ഡോൾഫിൻസ് ഇദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. റൗണ്ട് സർക്കിളിൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയതാണ് ഒരു കഥയുള്ളത്, ഒരു അനുഭവ കഥയാണ്. അങ്ങനെ ആ സ്രാവിനെ, ആ ഷാർക്കിനെ തുരത്തി അവരിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ, അവരിങ്ങനെ സംരക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഷാർക്ക് പതുക്കെ സ്ഥലം വിട്ടു. അങ്ങനൊരു കഥയുണ്ട്. എന്തായാലും ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും കടന്നു പോയെന്നേ ഉള്ളൂ. ഈ പരിപാടി കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.